എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏഷ്യ കപ്പ് 2025 ഫൈനലിൽ ഇന്ത്യയുടെ വിജയം കേവലം കിരീട നേട്ടമായിരുന്നില്ല, അതൊരു ഏകപക്ഷീയമായ ആധിപത്യമായിരുന്നു. ടീം ഇന്ത്യയുടെ കൊടുങ്കാറ്റ് പ്രകടനത്തിൽ തകർന്നുപോയ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ കളിക്കളത്തിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ രംഗങ്ങൾ ആരാധകരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോവില്ല. എന്നാൽ ഈ കനത്ത തോൽവിക്ക് ശേഷവും അദ്ദേഹം ഇന്ത്യൻ ടീമിനെക്കുറിച്ച് നടത്തിയ ഹൃദയം കവരുന്ന ചില പ്രസ്താവനകളാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്നത്. ടോസ് നേടിയ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ബൌളിംഗ് തെരഞ്ഞെടുത്തതോടെ പാകിസ്ഥാൻ ബാറ്റിംഗിനയച്ചപ്പോൾ ഫർഹാനും ഫഖർ സമാനും ചേർന്ന് മികച്ച തുടക്കം നൽകിയെങ്കിലും ഫർഹാനെ വരുൺ ചക്രവർത്തി പുറത്താക്കി. തുടർന്ന് സാം അയ്യൂബിനെയും മടക്കി അയച്ച് കുൽദീപ് യാദവ് വിക്കറ്റ് വേട്ട തുടങ്ങി. ഫഖർ സമാൻ ഒറ്റയ്ക്ക് പൊരുതിയെങ്കിലും മുഹമ്മദ് ഹാരിസ്, സൽമാൻ അലി, ഹുസൈൻ തലത്ത്, മുഹമ്മദ് നവാസ് തുടങ്ങി മധ്യനിര ബാറ്റർമാർ കൂട്ടത്തോടെ പരാജയപ്പെട്ടു. ഇന്ത്യൻ ബൌളിംഗിന് മുന്നിൽ പാകിസ്ഥാൻ വെറും 146 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യക്കായി കുൽദീപ് യാദവ് 4 വിക്കറ്റ് വീഴ്ത്തി പാക് ബാറ്റിംഗ് നിരയെ തകർത്തു. അക്സർ പട്ടേൽ, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി എന്നിവർ 2 വിക്കറ്റ് വീതവും നേടി. 147 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ അഭിഷേക് ശർമ്മ, സൂര്യകുമാർ യാദവ്, ശുഭ്മാൻ ഗിൽ എന്നിവരെ പെട്ടെന്ന് നഷ്ടമായി. എന്നാൽ പിന്നീട് ക്രീസിലെത്തിയ തിലക് വർമ്മയും സഞ്ജു സാംസണും ചേർന്ന് 50-ലധികം റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി കളി ഇന്ത്യയ്ക്ക് അനുകൂലമാക്കി. സഞ്ജു സാംസൺ പുറത്തായെങ്കിലും പിന്നാലെ വന്ന ബാറ്റ്സ്മാൻമാർ പാക് ബൌളർമാരെ കടന്നാക്രമിച്ചു. ഇന്ത്യൻ ഇന്നിംഗ്സ് റോക്കറ്റ് വേഗത്തിൽ കുതിക്കുകയും ഒടുവിൽ പാകിസ്ഥാനെ നാണം കെടുത്തി ടീം ഇന്ത്യ ഏഷ്യ കപ്പ് 2025 കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ ഫൈനലിലെ വൻ തോൽവിക്ക് ശേഷം പാക് നായകൻ സൽമാൻ അലി ആഗ മൈതാനത്ത് വിങ്ങിപ്പൊട്ടിയ കാഴ്ചയായിരുന്നു പിന്നീട്. പക്ഷേ ആ നിരാശയ്ക്കിടയിലും അദ്ദേഹം ഇന്ത്യൻ ടീമിനെ പുകഴ്ത്തി സംസാരിച്ചതാണ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചത്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ തോൽവിയിൽ എനിക്ക് അതിയായ നിരാശയുണ്ട്. ഇത്രയും വലിയ ടൂർണമെന്റിന്റെ ഫൈനലിൽ ഞങ്ങൾ ഇത്ര എളുപ്പം കീഴടങ്ങുമെന്ന് കരുതിയില്ല. ഇന്ത്യൻ ടീം അതിഗംഭീര പ്രകടനമാണ് നടത്തിയത്. തുടക്കത്തിൽ ഞങ്ങൾക്ക് നല്ല സ്കോർ നേടാൻ കഴിയുമെന്ന് തോന്നിയിരുന്നു. എന്നാൽ കുൽദീപ് യാദവിന്റെ പ്രകടനം ഞങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്തു. ഈ ലോകത്തെ ഏറ്റവും അപകടകാരിയായ ബൌളർ കുൽദീപ് യാദവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു. കുൽദീപിനെ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ കളിക്കാരും വളരെ കഴിവുള്ളവരാണ്. വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, അക്സർ പട്ടേൽ തുടങ്ങിയ ബൌളർമാർ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്നു. അതുകൊണ്ടാണ് അവർ ടൂർണമെന്റിൽ ഒരു കളി പോലും തോൽക്കാതെ ചാമ്പ്യന്മാരായത്. ഇന്ത്യയെ തോൽപ്പിക്കുക എന്നത് ഇപ്പോൾ അസാധ്യമല്ലെങ്കിൽ പോലും അതീവ ദുഷ്കരമാണ്. ഇന്ത്യൻ ബാറ്റിംഗ് നിരയും ശക്തമാണ്. അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, സഞ്ജു സാംസൺ, ശുഭ്മാൻ ഗിൽ എന്നിവരുൾപ്പെടുന്ന ബാറ്റിംഗ് ലൈനപ്പ് ലോകത്തെ ഏത് ബൌളിംഗ് നിരയുടെയും താളം തെറ്റിക്കാൻ കഴിവുള്ളവരാണ്. അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് ശൈലി കണ്ടാൽ AB ഡിവിലിയേഴ്സിനെയും രോഹിത് ശർമ്മയെയും കാൾ അപകടകാരിയാണെന്ന് തോന്നുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും സൽമാൻ അലി ആഗ പ്രശംസിച്ചു. സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി അവിശ്വസനീയമാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഓരോ സാഹചര്യത്തിലും കളിക്കാരെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് സൂര്യകുമാരൻ അറിയാം. അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യ ചരിത്രം സൃഷ്ടിക്കുകയാണ്. വൈകാരികമായി സംസാരിച്ച അദ്ദേഹം തുടർന്നു: ഏഷ്യ കപ്പ് നേടുക എന്നത് എന്റെ സ്വപ്നമായിരുന്നു. പക്ഷേ ഇന്ത്യൻ ടീം ഞങ്ങളുടെ സ്വപ്നം തകർത്തു. ഇന്ത്യയ്ക്ക് പകരം മറ്റേതെങ്കിലും ടീമായിരുന്നെങ്കിൽ ഞങ്ങൾ വിജയിച്ചേനെ. എങ്കിലും കിരീടം നേടാൻ അർഹതയുള്ള ടീം ഇന്ത്യ തന്നെയാണ്. ഇന്ത്യൻ ടീം ക്രിക്കറ്റ് ലോകത്തെ രാജാക്കന്മാരാണ് എന്നു പറഞ്ഞാണ് സൽമാൻ അലി ആഗ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അപ്രമാദിത്വം ഒരിക്കൽ കൂടി തെളിയിച്ച വിജയമാണ് ഈ ഏഷ്യ കപ്പ്. തോൽവിക്ക് ശേഷവും പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ ഇന്ത്യൻ ടീമിന്റെ കരുത്തിനെ പുകഴ്ത്തി പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: നിലവിലെ ക്രിക്കറ്റ് ലോകത്തെ യഥാർത്ഥ രാജാക്കന്മാർ ടീം ഇന്ത്യ തന്നെയാണ്. കുൽദീപ് യാദവിന്റെ മാരക സ്പെല്ലും സൂര്യകുമാർ യാദവിന്റെ തകർപ്പൻ നായകത്വവും തിലകിന്റെയും സഞ്ജുവിന്റെയും ഉൾപ്പെടുന്ന കിടിലൻ ബാറ്റിംഗുമാണ് ഈ കിരീടത്തിലേക്ക് ടീമിനെ നയിച്ചത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ടീം ഇന്ത്യയുടെ വരും മിന്നും പ്രകടനങ്ങൾക്കായി. അപ്പോൾ ഇനി ചോദ്യം നിങ്ങളോടാണ്: ഈ ഏഷ്യ കപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച കളിക്കാരൻ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.